തിരുവല്ലയിലെ അതിമനോഹരമായ വേങ്ങലിലേക്ക് ഒരു യാത്ര പോകുന്നതിൻ്റെ വീഡിയോ. അബ്ദുള്ള നമ്മൾ കാവുംഭാവം പിന്നിട്ടിരിക്കുകയാണ്. കാവുംഭാവം പിന്നിട്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് പെരിങ്ങരയിലേക്കുള്ള വഴി, അതാണ് നേരെ കാണുന്ന വഴി. ഇന്ന് നേരെ പോയാൽ ആ വഴിയിൽ എങ്ങനെ നേരെ വലത്തേക്ക് തിരിഞ്ഞാൽ നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാം. അതുവഴി പോയാൽ നമുക്ക് മുത്തു എത്തിച്ചേരാം. ഈ വഴി കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ പെരിങ്ങോൾ എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നത്. ഇതാണ് പെരിങ്ങോൾ. ഈ പെരിങ്ങോള് എന്താ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ എന്താണ് പ്രധാനമായി ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ അടുത്തോട്ടൊന്ന് കാണിച്ചു കൊടുത്തത് ഇതാണ് പെരിങ്ങോൾ മഹാവിഷ്ണു ക്ഷേത്രമാണ്. പെരിങ്ങോൾ മഹാവിഷ്ണു ക്ഷേത്രം. പിന്നെയും നമ്മൾ മുന്നോട്ട് വീണ്ടും വരുമ്പോഴാണ് നമ്മൾ അഴിയടത്തിച്ചിറ എത്തിച്ചേരുന്നത്. അപ്പോഴാണ് നമ്മൾ മേപ്രാല്, പൂവം ഒക്കെ പോകാൻ സാധിക്കുന്നത്. പ്രശസ്തമായ അനിരുദ്ധേശ്വരം ക്ഷേത്രം, അഴിയടത്തിറയിലെ പ്രശസ്തമായ അനിരുദ്ധേശ്വരം. അവിടുന്ന് അഴിയടത്തിറ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇടിഞ്ഞില്ലം ചങ്ങനാശ്ശേരി റോഡിൽ വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് മറ്റൊരു ക്ഷേത്രം കാണാം. അതാണ് അഴിയടത്തിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതിമനോഹരമായ കാവുംഭാവത്തിനടുത്തുള്ള വേങ്ങൽ എന്ന പ്രദേശത്തൂടെ നമ്മൾ കടന്നു പോകാൻ പോകുന്നു. മനോഹരമായ നെൽപ്പാടങ്ങളും പച്ചപ്പും ഹരിതാവയുമൊക്കെ കലർന്ന ഒരു പ്രത്യേക പ്രദേശമാണ് വേങ്ങൽ. ഇവിടെ ഈ നെൽകൃഷിയൊക്കെ തുടങ്ങിയ പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ അതിഗംഭീരമാണ്. ഈ ഏരിയയിലെ മനോഹരമായ വേങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വേങ്ങൽ കാവുംഭാഗത്തു നിന്നും ഏകദേശം ഒരു 2-3 കിലോമീറ്ററിന് ഉള്ളിലായിട്ട് വരും. നിന്നും ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ഇടിഞ്ഞില്ലം പാലമാണ് ഈ കാണുന്നത്. ഇടിഞ്ഞില്ലം പാലം കണ്ടോ? ഇടിഞ്ഞില്ലം പാലത്തിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേങ്ങലും മുണ്ടകപ്പാടമൊക്കെ ഇടിഞ്ഞില്ലം ജംഗ്ഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടുന്ന് വലത്തേക്കാണ് തിരിയുന്നത്. ഇതാണ് ഇടിഞ്ഞില്ലത്ത് നിന്നും തിരുവല്ലയ്ക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ വിജയ കൺവെൻഷൻ സെൻറ്റർ, പിന്നെ ഇവിടെ ബ്ലാക്ക് പെപ്പർ റെസ്റ്റോറൻറ്റ് കാണാം.